ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? ഫുൾ മാർക്ക് അല്ലെ, എക്സാമിന് നന്നായിട്ട് എഴുതാൻ സാധിക്കണം, ഫുൾ മാർക്ക് നേടണം, A+ നേടണം എന്നുള്ളത് തന്നെയാണല്ലേ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാക്സിമം നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. ഇനിയുള്ള സമയം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് 1 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. 1 മാർക്ക് എന്ന് പറയുന്നത് നിസ്സാരമല്ല കേട്ടോ. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ എന്ത് കാണാം? ചോദ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചോദ്യങ്ങളിലൊക്കെ ആരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്? 1 മാർക്കിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെ. ഓപ്ഷൻസ് ആയിട്ട് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിലുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള കംപ്ലീറ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മാർക്കിന്റെ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അവസാനം വരെ കണ്ടൊരു കുട്ടിയാണെങ്കിൽ നാളെ എക്സാം ഹാളിൽ പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കും, ശ്രീലക്ഷ്മി മിസ്സിനെ ഓർക്കും. നിങ്ങൾ പറയും, നമ്മൾ പഠിച്ച അതേ ചോദ്യമാണ് വന്നിരിക്കുന്നത്, എനിക്ക് ഉത്തരം അറിയാം. വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ സാധിക്കും. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്റെ മക്കളും അതേ കോൺഫിഡൻസോട് കൂടി വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. സോ നമുക്ക് എന്ത് ചെയ്യാം? ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Which of the following is a diatomic molecule? എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ദ്വയറ്റോമിക തന്മാത്ര ഏതാണ്? ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 ആറ്റംസ് ഉണ്ടാണോ അല്ലേ. ഇവിടെ നൈട്രജന്റെ പ്രത്യേകത എന്താണ്? N2, 2 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഡയറ്റോമിക് മോളിക്യൂളിന്റെ എക്സാമ്പിൾ ആണ്. ചിലപ്പോൾ ചോദിക്കും പോളി അറ്റോമിക് മോളിക്യൂളിന്റെ എക്സാമ്പിൾ. ഈ തന്നിരിക്കുന്നതിൽ പോളി അറ്റോമിക് മോളിക്യൂൾസ് ഏതൊക്കെയാണ്? O3ഉം P4ഉമാണ്. കാരണം 3ൽ കൂടുതലോ ആണെങ്കിൽ നമുക്ക് പറയാം പോളി അറ്റോമിക് മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് മോണോ അറ്റോമിക് മോളിക്യൂൾസ്? ഏതാണ്? ഇവിടെ തന്നിരിക്കുന്ന ഹീലിയം. കാരണം അതിനകത്ത് 1 ആറ്റമേ ഉള്ളൂ അല്ലെ. ഏക അറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത് ഹീലിയം ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഇലാസ്റ്റിക് പോളിമർ ഫ്രം ദീസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. തന്നിരിക്കുന്നതിൽ നിന്ന് ഇലാസ്റ്റിക് പോളിമർ ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാർച്ച് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, റബ്ബർ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം റബ്ബറിന്റെ പ്രത്യേകത എന്താണ്? ഇലാസ്റ്റിക് പോളിമർ ആണ്. അതുകൊണ്ട് ആൻസർ എന്ത് തന്നെയാണ്? റബ്ബർ എന്ന് തന്നെയാണ് വരുന്നത്. 1 മാർക്കാണ്. വളരെ സിമ്പിൾ ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടി? 1 മാർക്ക് നമുക്ക് അവിടെ കിട്ടി. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ ട്രൂ സൊല്യൂഷൻ. നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ മക്കളെ. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ട്രൂ സൊല്യൂഷൻ കൊളോയിഡ് സസ്പെൻഷൻ, യഥാർത്ഥ ലൈനി കൊളോയിഡ് സസ്പെൻഷൻ. അത്രയും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇതിൽ നിന്ന് 101% ഉറപ്പാണ് 2 മാർക്കിനും 1 മാർക്കിനും 3 മാർക്കിനും ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് മഡി വാട്ടർ, ചളിവെള്ളം, പാല്, മിൽക്ക്, സോൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളം, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം, റൈസ് വാട്ടറും തന്നിട്ടുണ്ട്. ട്രൂ സൊല്യൂഷന്റെ പ്രത്യേകത എന്താണ്? എല്ലാ ഭാഗത്തും പ്രോപ്പർട്ടി ഒരുപോലെ ആയിരിക്കണം, ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കണം, ഏകാത്മക മിശ്രിതമായിരിക്കണം. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ത് തന്നെയാണ്? സോൾട്ട് വാട്ടർ ആണ്, ഉപ്പ് വെള്ളമാണ്. ഇറ്റ് ഇസ് ആൻ ഹോമോജീനിയസ് മിക്സ്ചർ. ഓക്കെ, യെസ്. അപ്പൊ ട്രൂ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്തിനെ കുറിച്ചിട്ടാണ്? വിച്ച് മെറ്റൽ ഹാസ് ദ ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? വൈദ്യുത ചാലകത ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ചില ആളുകൾക്ക് ഒരു ത്രവണത ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ടെൻഡൻസി ഉണ്ട്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് കണ്ടാൽ അപ്പം കോപ്പർ പോയി എഴുതും. എടാ മക്കളെ, നോട്ട് ചെയ്തോളൂ, ഇറ്റ് ഇസ് നോട്ട് കോപ്പർ. ഏതാണ്? സിൽവർ ആണ്, വെള്ളിയാണ് കേട്ടോ. ഇലക്ട്രിസിറ്റി ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? സിൽവർ ആണ്, വെള്ളിയാണ്. സിമ്പിൾ AG എന്നാണ് വരുന്നത്. പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇത് എടുത്തു ചോദിക്കാൻ കാരണം നിങ്ങൾ തെറ്റിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ്. കോപ്പറിനെ കാട്ടും എത്രയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? സിൽവർ ആണ്. പിന്നെ ചിലപ്പോൾ ചോദിക്കും 2 മാർക്കിന്റെ ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ ഇതും, സെക്കൻഡ് ഓപ്ഷൻ എന്താ ചോദിക്കാൻ അറിയോ? എന്തുകൊണ്ട് പിന്നെ ആ മെറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല, കോപ്പർ ഉപയോഗിക്കുന്നു? എന്തുകൊണ്ടാണ്? സിൽവർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോസ്റ്റ്ലി മെറ്റൽ അല്ലേ. യെസ്, കോപ്പറിന്റെ പ്രത്യേകത എന്താണ്? അത് ചീപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ വയർസിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നു കേട്ടോ. അടുത്ത ചോദ്യം എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സോളിഡ്സ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻടു ഗ്യാസ് വിത്തൗട്ട് മെൽറ്റിംഗ് ഇൻടു ലിക്വിഡ് ഓൺ ഹീറ്റിംഗ്? എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൂടാക്കുമ്പോൾ ദ്രാവകമാവാതെ നേരിട്ട് വാതകമാവുന്നത് ആരാണ്? ഓപ്ഷൻസ്: കോമൺ സോൾട്ട്, ഉപ്പ്, ഷുഗർ, പഞ്ചസാര, വാക്സ്, മെഴുക്, ക്യാംഫർ. എന്താണ്? കർപ്പൂരമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നത് ആരാണെന്നാണ് അല്ലെ. സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നത് ആരാണ്? ക്യാംഫർ ആണ്, കർപ്പൂരമാണ്. ഈ ക്യാംഫറിന്റെ സാധനത്തിൽ ചിലപ്പോൾ വേറെ പലതും തരാം. ഏതായിരിക്കും? അമോണിയം ക്ലോറൈഡ് തരാം, അതേപോലെ തന്നെ അയോഡിൻ തരാം, ഡ്രൈ ഐസ് തരാം അല്ലെ, നാഫ്തലിൻ തരാം. ഇതൊക്കെ എന്താണ്? സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ആളാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? സബ്ലിമേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്നത് ആരാണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്ലൂക്കോസ് മോണോമർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർച്ച് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പോളിമേഴ്സ് അല്ലെ. എന്തുണ്ടാവുന്നത്? പോളിമർ ഉണ്ടാകുന്നത്. നമുക്ക് പറയാം സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താണ്?
പോളിമർ ആണ്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കും സ്റ്റാർച്ചിന്റെ മോണോമർ ഏതെന്ന് ചോദിക്കും. ആ മോണോമർ ഏതാണ്? ഗ്ലൂക്കോസ് ആണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? കംപ്ലീറ്റ് ദ ഗിവൺ ഇക്വേഷൻ. മെഗ്നീഷ്യം വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഉണ്ടാവുന്ന ഗ്യാസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഗ്നീഷ്യം മെറ്റൽ ആണല്ലേ. മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക? ഇറ്റ് ഇസ് ദ ഹൈഡ്രജൻ ഗ്യാസ്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും metals when reacts with water which is the gas produced. ഏത് വാതകം ഉണ്ടാവുന്നു? ഹൈഡ്രജൻ വാതകമാണല്ലേ. ഇവിടെ ഉണ്ടാവുന്നത് ഏതാണ്? മെറ്റൽ ഓക്സൈഡും ഹൈഡ്രജൻ വാതകവുമാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ എൻ്റെ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണുക. അത്രയും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനലിൽ നിങ്ങളുടെ എക്സാമിന് വേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ആയിട്ടും കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. Write the name of the process by which copper is coated on an iron ring. ഇരുമ്പ് വളയിൽ അല്ലെങ്കിൽ ഇരുമ്പ് മോതിരം എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. കോപ്പർ പൂശുന്ന പ്രവർത്തനത്തിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പേര്? യെസ്, നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാണല്ലേ. എന്താണ്? ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. ഈ മലയാളത്തിലും ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നും പറയാറുണ്ട്, ലോഹ ലേപനം എന്നും പറയാറുണ്ട് കേട്ടോ. എന്താണ് പറയാറ്? ലോഹ ലേപനം എന്നും പറയാറുണ്ട്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ നെയിം ഓഫ് ദ മെറ്റൽ യൂസ്ഡ് ടു മേക്ക് ഫിലമെന്റ് ഓഫ് ഇലക്ട്രിക് ബൾബ്. വൈദ്യുത ബൾബിന്റെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? നമ്മുടെ ഇതില്ലേടാ, എന്താ പറയാ, നമ്മൾ ഫിലമെന്റ് ബൾബ്. നമ്മളിങ്ങനെ വട്ടം പോലെ ഇരിക്കും അല്ലേ ഫിലമെന്റ് ബൾബ്. നിങ്ങൾക്ക് ഓർമ്മയില്ല? ഇങ്ങനെ ഇരിക്കും ഒരു ബൾബ്. ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഫിലമെന്റ് ഉണ്ട്. ആ ഫിലമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടങ്സ്റ്റൺ കൊണ്ടാണ് അല്ലേ. എന്താണ്? ടങ്സ്റ്റൺ കൊണ്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏതാണ്? ടങ്സ്റ്റൺ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അത്രയും മെൻഷൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഫ്രം ദ ഫോളോവിങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ഏതാണ് വരുന്നത്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന്റെ പ്രത്യേകതയും എക്സാമ്പിളും അതുപോലെ തന്നെ തെർമോ പ്ലാസ്റ്റിക്സിന്റെ പ്രത്യേകതയും എക്സാമ്പിളും തന്നിട്ടുണ്ട്. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഇവിടെ നമുക്ക് വരുന്നത് ആൻസർ വരുന്നത് ബേക്കലൈറ്റ് ആണ്. ആരാണ്? ബേക്കലൈറ്റ് ആണ്. ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഡക്ടൈൽ മെറ്റൽ. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? ഗോൾഡ് ആണോ? അല്ല. ഏതാണ്? പ്ലാറ്റിനമാണ്. ഏതാണ്? പ്ലാറ്റിനമാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പ്ലാറ്റിനമാണ്. പഠിച്ചു വെച്ചോളൂ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ്, ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റ് എന്താണ്? തിളനില എന്താണ്? നമുക്കറിയാം, ഇറ്റ് ഇസ് 100 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെറും 100 എന്ന് എഴുതിയാൽ പോരാ. എഴുതുമ്പോൾ നിങ്ങൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നെ എഴുതണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടുള്ളൂ. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാൻ മറക്കരുത്. ഇനി അടുത്ത ചോദ്യം, ചേഞ്ചസ് ദാറ്റ് ആർ പെർമനന്റ് ആൻഡ് ന്യൂ മോളിക്യൂൾസ് ഫോംഡ് ആർ കോൾഡ്. എന്താണ്? പുതിയ വസ്തുക്കൾ ഉണ്ടാകുന്ന സ്ഥിരമായ മാറ്റങ്ങളെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്ത് മാറ്റമാണ്? മാറ്റങ്ങൾ രണ്ട് തരത്തിലുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? യെസ്, നമ്മുടെ കെമിക്കൽ ചേഞ്ചസും അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസും. രാസമാറ്റവും ഭൗതിക മാറ്റവും. ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് പുതിയ സബ്സ്റ്റൻസുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇതെന്താണ്? കെമിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണല്ലേ. കെമിക്കൽ ചേഞ്ച് രാസമാറ്റത്തിന്റെ എക്സാമ്പിൾ ആണെന്ന് നമുക്ക് പറയാം. ഇനി ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ചിന്റെ പ്രത്യേകത എന്താണ്? അപ്പിയറൻസിൽ മാത്രം, ഫിസിക്കൽ സ്റ്റേറ്റിൽ മാത്രമാണ് ചേഞ്ച് സംഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ മോണോമർ ഓഫ് മോണോമർ ഓഫ് ദ പോളിമർ റബ്ബർ. നമ്മുടെ റബ്ബർ എന്ന് പറയുന്ന പോളിമറിന്റെ മോണോമർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇറ്റ് ഈസ് ഐസോപ്രിൻ. ഏതാണ്? ഐസോപ്രിൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. റബ്ബറിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളുടെ ചോദിക്കാറുണ്ട് മോണോമർ ഏതാണ്. ഐസോപ്രിൻ എന്ന് പറയുന്ന മോണോമർ കൂടി ചേർന്നിട്ടാണ് റബ്ബർ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ റബ്ബർ ഉണ്ടാവുന്നത് കേട്ടോ. റബ്ബർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പോളിമർ തന്നെയാണ്. ഇനി അടുത്ത ചോദ്യമാണ്, വിച്ച് ഇസ് ദ മോസ്റ്റ് മാലിബിൾ മെറ്റൽ. അടിച്ചു പരത്തി തിൻ ഷീറ്റ് ആക്കാൻ പറ്റുന്ന മെറ്റൽ ഏതാണ്? ഏറ്റവും കൂടുതൽ മാലിബിലിറ്റി. അലൂമിനിയം കാണിക്കാറുണ്ട്, ഗോൾഡ് കാണിക്കാറുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ മാലിബിലിറ്റി കാണിക്കുന്നത് ആരാണ്? നമ്മുടെ ഗോൾഡ് ആണ് കേട്ടോ. സ്വർണ്ണമാണ്. ഇതാണ് സ്വർണത്തിന്റെ സിമ്പിൾ AU എന്നാണ്. ഗോൾഡ് ആണ്, സ്വർണ്ണമാണ്. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ചോദ്യം എന്താണ്? ഫിൽ അപ്പ് ദ ഫോളോവിങ് സ്യൂട്ടബിളി. രണ്ടെണ്ണം തന്നിട്ടുണ്ട്. സോൾട്ട് സൊല്യൂഷൻ ട്രൂ സൊല്യൂഷൻ ആണെങ്കിൽ, ഉപ്പ് ലായനി യഥാർത്ഥ ലായനി ആണെങ്കിൽ, പാൽ എന്താണ്? പാൽ എന്ന് കേട്ടാൽ എഴുതിക്കോളൂ. പാൽ എന്ന് പറയുന്നത് കൊളോയിഡിന്റെ എക്സാമ്പിൾ ആണ്. എന്താണ്? കൊളോയിഡ് ആണ് കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്? കൊളോയിഡ് എന്ന് തന്നെയാണ് പറയുന്നത്. പാല് കൊളോയിഡിന്റെ എക്സാമ്പിൾ ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും ചോക്ക് വാട്ടർ.
ഓക്കെ, ചോക്കും വെള്ളവും അല്ലെങ്കിൽ മഡി വാട്ടർ, മണ്ണും വെള്ളവും എന്തിന്റെ എക്സാമ്പിൾ ആണ്? സസ്പെൻഷന്റെ എക്സാമ്പിൾ ആണ്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? സസ്പെൻഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, ദ വോളിയം ഓഫ് വാട്ടർ വെൻ ഇറ്റ് സോളിഡിഫൈസ്. എന്താണ്? ജലം ഘനീഭവിക്കുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ആ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക, നമ്മളൊരു കുപ്പിനകത്ത് നിറച്ചു ഞാൻ വെള്ളം എടുത്തു, ഫ്രീസറിനകത്ത് വെച്ചു, എന്താ ചെയ്യുക? വോളിയം എന്താണ്? ഇൻക്രീസ് ചെയ്യാണല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. വാട്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് അനോമലസ് എക്സ്പാൻഷൻ. അവിടെ എന്താണ്? വോളിയം കൂടുകയാണ്. വേറെ ഏത് ലിക്വിഡ്സ് എടുക്കുമ്പോഴും വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മുടെ ജലത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ തണുപ്പിക്കുന്ന സമയത്ത്, വെള്ളം ഐസാക്കി മാറ്റുന്ന സമയത്ത്, സോളിഡിഫൈ ചെയ്യുന്ന സമയത്ത് വോളിയം കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓപ്ഷൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മെഗ്നീഷ്യം പ്ലസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നു? മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഹീറ്റും ലഭിക്കുന്നു. വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് ദിസ്? എന്താണ്? ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? ഇത് ഏത് തരം രാസപ്രവർത്തനമാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തുക? എക്സോതോമിക് ആണോ, എൻഡോതോമിക് ആണോ, ഫോട്ടോ കെമിക്കൽ ആണോ, താപമോചക രാസപ്രവർത്തനമാണോ, താപശോഷകം അല്ലെങ്കിൽ താപ ആഗിരണ രാസപ്രവർത്തനമാണോ, അല്ലെങ്കിൽ പ്രകാശ രാസപ്രവർത്തനമാണോ? പ്രകാശ രാസപ്രവർത്തനമല്ല, കാരണം ഇവിടെ ഹീറ്റ് ആണുള്ളത് അല്ലെ, താപം റിലേറ്റഡ് ആയിട്ടാണ്. ഇവിടെ നോക്കുക, നമ്മുടെ പ്രൊഡക്റ്റ് സൈഡിലാണ് ഹീറ്റ് എങ്കിൽ, പ്രൊഡക്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്താണ് താപമെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് താപമോചക രാസപ്രവർത്തനമാണ്, എക്സോതോമിക് റിയാക്ഷൻ ആണെന്ന് പറയാട്ടോ. എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് സൈഡില് ഉൽപ്പന്നങ്ങളുടെ ഭാഗത്താണ് ഹീറ്റ് എനർജി തന്നെങ്കിൽ അവിടെ റിയാക്ഷൻ നടക്കുന്നത് ഭാഗമായിട്ട് താപം പുറത്തേക്ക് വിടുന്നുണ്ടോ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എക്സോതോമിക് റിയാക്ഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ടർ ഇസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിൻസ്. ഹിയർ വിച്ച് പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഇസ് മേഡ് യൂസ് ഓഫ്? വാഹന എഞ്ചിനുകളിൽ താപം നിയന്ത്രിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു. ഈ ജലത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതാണ്? അനോമലസ് എക്സ്പാൻഷൻ ആണോ? അല്ല. അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വാഭാവിക വികാസം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ കണ്ടു, തണുപ്പിക്കുമ്പോൾ എന്തായിട്ട് മാറി? വോളിയം ഇൻക്രീസ് ചെയ്യുന്നില്ലേ, അതിനെയാണ് പറയുന്നത്. എന്നാൽ ഇവിടെ വരുന്ന ആൻസർ ഇതാണ്, ഹീറ്റ് കപ്പാസിറ്റി ആണല്ലേ, ഉയർന്ന താപധാരിതയാണ്, ഹീറ്റ് കപ്പാസിറ്റി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. അത് എടുത്തു പറയാൻ കാരണം പരീക്ഷയ്ക്ക് എന്താണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടേക്കൊക്കെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. റേഡിയേറ്ററിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഹോട്ട് ബാഗ്സിൽ വെള്ളം ഉപയോഗിക്കുന്നത്, ചൂടുള്ള പദാർത്ഥങ്ങളുടെ ചൂട് പെട്ടെന്ന് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്, ഡെയിലി ലൈഫിലുള്ള എക്സാമ്പിൾസ് ആണ്. അടുത്ത ചോദ്യം, എമംഗ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്? ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവണമെങ്കിൽ പാർട്ടിക്കിൾസ് അടുത്തായിരിക്കണം അല്ലെ. ഖരം, ദ്രാവകം, വാതകം ഇവയിൽ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? നമ്മുടെ ഖരത്തിനാണ്, സോളിഡ്സിനാണ്. ഇനി അടുത്തത് എന്താണ്? നെയിം ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാൻ ഏത് മാർഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡിസ്റ്റിൽഡ് വാട്ടർ ആ പേരിൽ തന്നെ ഉണ്ട്. ഏതാണ് ഉപയോഗിക്കുന്നത്? ഡിസ്റ്റിലേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാണ്? സ്വേദനം, ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആണ്, അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ തന്നിരിക്കുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അടുത്ത ചോദ്യം, സബ്ലിമേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് a solid when heated changes directly into gas without forming liquid. ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാവുന്ന പ്രക്രിയയാണ് ഉത്പാദനം എന്ന് പറയുന്നത്. ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? which among the following materials does not undergo sublimation on heating? എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ചൂടാക്കുമ്പോൾ ഉത്പാദനം സംഭവിക്കാത്തത് ആർക്കാണ്? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ സെന്റൻസ് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പറയും, ഫസ്റ്റ് ഞാൻ ക്യാംഫർ കണ്ടു, കറക്റ്റ് ആൻസർ ക്യാംഫർ ആണ്. ചോദ്യം കംപ്ലീറ്റ് ചെയ്യുക. ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സബ്ലിമേഷൻ നടക്കാത്തത് ആർക്കാണെന്നാണ്. സബ്ലിമേഷൻ നടക്കാത്തത് ആർക്കാ? ഐസിനാണല്ലേ. ഡ്രൈ ഐസ് ആണെങ്കിൽ സബ്ലിമേഷൻ നടന്നേനെ. സാധാരണ ഐസിന് സബ്ലിമേഷൻ നടക്കുമോ? സബ്ലിമേഷൻ നടക്കത്തില്ല. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? യെസ്, നെക്സ്റ്റ് ചോദ്യത്തിലേക്കാണ്. Name the chemical substance added to artificial drinks for obtaining sour taste.
ഇതിലെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസുകൾ തന്നെയാണ്. എന്നാൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സോർ ടേസ്റ്റിനായി നമ്മൾ ആഡ് ചെയ്യുന്നത് ആരാണ്? കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി ലഭിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഏത് ആസിഡാണ്? ഫോസ്ഫോറിക് ആസിഡ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസിഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ പുളിരുചിയുള്ളവരാണല്ലേ. യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. സം മെറ്റൽസ് ആർ ഗിവൻ. സിങ്ക്, അയൺ, മെഗ്നീഷ്യം ആൻഡ് കോപ്പർ. ചില ലോഹങ്ങൾ തന്നിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദീസ് മെറ്റൽസ് റിയാക്ട് വിഗ്രസ്ലി വിത്ത് ഡൈല്യൂട്ട് HCl? എന്താണ്? മുകളിൽ നൽകിയിരിക്കുന്നവയിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് തീവ്രമായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? നമ്മുടെ മെഗ്നീഷ്യമാണ്. ആരാണ്? മെഗ്നീഷ്യമാണ് കേട്ടോ. ശ്രദ്ധിക്കണേ, മെഗ്നീഷ്യം. ഇനി പ്രവർത്തിക്കാത്ത ഒരാളുണ്ട്. ഡൈല്യൂട്ട് HCluമായിട്ട് പ്രവർത്തിക്കാത്തൊരു ലോഹമുണ്ട്. അത് ഏതാണ്? കോപ്പർ ആണ് കേട്ടോ. കോപ്പർ എന്ത് ചെയ്യില്ല? ഡൈല്യൂട്ട് HCluമായിട്ട് റിയാക്ട് ചെയ്യുകയില്ല. സെറ്റ് ആണല്ലോ. ഇവിടുന്ന് തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയല്ലേ. ഇനി ടു ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, അവസാനത്തെ ചോദ്യം. വിച്ച് ഗ്യാസസ് ഇവോൾവ് when metal reacts with dilute HCl? മെറ്റൽ, ലോഹങ്ങൾ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. എനിക്ക് എൻ്റെ എല്ലാ മക്കളുടെയും കമന്റ് എനിക്ക് കാണണം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. കാരണം അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവട്ടെ, എക്സാം നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഈ ഒരു കോണ്ടന്റ് വീഡിയോയും ടീച്ചറിന്റെ ക്ലാസ്സും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye bye.